ഹായ് ഓൾ. ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്റെ മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറിനും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫേസ് വാഷ് ഞാൻ എടുത്തേക്കുന്നത് ഡെർമ വൈബിന്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ്. അപ്പൊ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫേസ് നന്നായി ഡ്രൈ ആയതിനു ശേഷം വേണം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാൻ. ഫേസ് വാഷിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സിറമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഗൂഡൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്രീൻ ടാങ്കറിൻ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് കെയർ സിറമാണ്. ഇത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റി ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആവുന്നതാണ്. അപ്പൊ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ 2 പമ്പാണ് എടുത്തിട്ടുള്ളത് സിറം. ഫേസിൽ സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഫേസിൽ. ഇത് ഞാൻ എന്റെ മോർണിംഗ് സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നതാണ് ഫേസ് വാഷ് സിറം. നൈറ്റ് സ്കിൻ കെയറിന് ഞാൻ സിറം യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ്. അതാണ് ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സെയിം ബ്രാൻഡിന്റെ ഗൂഡൽ എന്ന് പറഞ്ഞ സെയിം ബ്രാൻഡിന്റെ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് കെയർ ക്രീം തന്നെയാണ്. ഇതും ഡാർക്ക് സ്പോട്ട്സിന് നല്ലതാണ്. ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫുള്ളി ക്ലിയർ ആക്കും. അപ്പൊ ഞാൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് മോർണിംഗ് സ്കിൻ കെയറിൽ ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീനിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. ഇത് ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്നതിലേക്കും ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷെത്ത്. ഓൾ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീൻ ആണ് ഡോക്ടർ ഷെത്തിന്റെ. അപ്പൊ ഞാൻ സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബാക്കി എല്ലാ ക്രീംസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട സൺസ്ക്രീൻ ആണ് നമ്മുടെ ഫേസിൽ ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സൺസ്ക്രീന് ഒരുപാട് വൈറ്റ് കാസ്റ്റ് വരുന്നില്ല. സാധാരണ സൺസ്ക്രീനേക്കാളും നല്ലൊരു സൺസ്ക്രീൻ ആണ്. സാധാരണ സൺസ്ക്രീനെ പോലെ വൈറ്റ് കാസ്റ്റ് ഒന്നും അധികം ഈ സൺസ്ക്രീന് വരുന്നില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, അണ്ടർ ഐ ക്രീം. ഇത് മോംസ് കോവിന്റെ അണ്ടർ ഐ ക്രീം ആണ്. ഇത് ഞാൻ മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അണ്ടർ ഐസ് ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പമ്പാണ് ഇതിന് വരുന്നത്. നമ്മൾ മുകളിലും താഴെ, കണ്ണിന്റെ മുകളിലും താഴെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് മോർണിംഗും നൈറ്റും മസ്റ്റ് ആയിട്ട് നമ്മൾ അണ്ടർ ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഞാൻ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്നത്, ഞാൻ ഒരു സ്റ്റെപ്പ് ഇതിന്റെ അകത്ത് സ്കിപ്പ് ചെയ്യും. മോർണിംഗ് സ്കിൻ കെയറിൽ ചെയ്ത ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യും. സിറമിന്റെ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ദേഗ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബീട്രൂട്ട് ലിപ് ബാം ആണ്. ഇത് ഞാൻ മോർണിംഗും നൈറ്റും അപ്ലൈ ചെയ്യും.
കൂടുതലും ഞാൻ നൈറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബാക്കി ലിപ് ബാംസിനെക്കാളൊക്കെ നല്ല ബെസ്റ്റ് ലിപ് ബാം ആണ് ദേഗയുടെ ലിപ് ബാം. അപ്പൊ ഇത്രയാണ് ഞാൻ എന്റെ സ്കിൻ കെയറിന് ചെയ്യുന്നത്. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.